ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ. റോസാ മിസ്റ്റിക്ക അഥവാ നിഗൂഢതയുടെ റോസാപുഷ്പം എന്ന പേരിൽ അമ്മയുടെ തിരുനാൾ കൊണ്ടാടണമെന്ന് അമ്മ നേരിട്ട് നിർദ്ദേശം നൽകിയത് 1947 ജൂലൈ 13 അന്ന് അമ്മ റോസ് മിസ്റ്റിക്ക എന്നാൽ എന്ത് എന്നതിലേക്ക് സൂചനയും നൽകി. അമ്മ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അമ്മയാണ്, അതായത് സഭയുടെ അമ്മ. 1947 മുതൽ 1966 വരെയാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഇറ്റലിയിൽ ഉണ്ടായത്. 1947 മാത്രം 7 തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മോൺസിച്ചിയാലി വടക്കൻ ഇറ്റലിയിലെ ഒരു പ്രദേശമാണ്. അവിടെയാണ് പിയറീന ഗില്ലി ജനിച്ചത്. അവിടെയുള്ള ഒരു ആശുപത്രിയിൽ നഴ്സായി അവർ സേവനം ചെയ്തു. 1947 വസന്തകാലത്ത് പരിശുദ്ധ മാതാവ് ആശുപത്രിയിലെ ഒരു മുറിയിൽ വെച്ച് പിയറീനയ്ക്ക് പ്രത്യക്ഷയായി. വയലറ്റ് വസ്ത്രം ധരിച്ച മാതാവിൻ്റെ ശിരോവസ്ത്രത്തിന് വെള്ള നിറമായിരുന്നു. മാതാവ് ദുഃഖിതയായി കാണപ്പെട്ടു. 3 വാളുകൾ അമ്മയുടെ നെഞ്ച് പിളർന്നിരുന്നു. പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, പരിഹാരം ചെയ്യുക എന്ന് മാതാവ് ആഹ്വാനം ചെയ്തു. പിയറീന ഗില്ലി പരിശുദ്ധ അമ്മയോട്, അമ്മേ, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര പ്രവൃത്തികൾ ഇവ അനുഷ്ഠിച്ച് ജീവിക്കണമെന്ന് അമ്മ പറഞ്ഞു. പിയറീന പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ട പോലെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാര പ്രവൃത്തികൾ അടങ്ങിയ ജീവിതം നയിക്കുവാൻ തുടങ്ങി. 1947 ജൂലൈ 13 വീണ്ടും പിയറീനയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനമുണ്ടായി. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മാറിടത്തിൽ 3 റോസാപ്പൂക്കളുമായാണ് അമ്മ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. വെള്ള, ചുമപ്പ്, സ്വർണം എന്നീ നിറങ്ങളിൽ കാണപ്പെട്ട റോസാപ്പൂക്കൾ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര പ്രവൃത്തികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. കൂദാശകളുടെ യോഗ്യമായ സ്വീകരണത്തെക്കുറിച്ചും പരിഹാര ജീവിതത്തെക്കുറിച്ചുമുള്ള സന്ദേശങ്ങളാണ് മാതാവ് പിയറീനയ്ക്ക് നൽകി. യേശുവിൻ്റെയും എല്ലാവരുടെയും അമ്മയായ മറിയമാണ് താൻ എന്ന് വെളിപ്പെടുത്തിയ മാതാവ് എല്ലാ വർഷവും ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെന്നും ഈ മരിയഭക്തി വൈദികരുടെ ഇടയിലും എല്ലാ സന്യാസ ഭവനങ്ങളിലും പ്രചരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനമായ ഡിസംബർ 8 പ്രത്യക്ഷപ്പെട്ടപ്പോൾ റോസാ മിസ്റ്റിക്ക എന്ന പേരിൽ അറിയപ്പെടുവാനുള്ള തൻ്റെ ആഗ്രഹവും എല്ലാ ഡിസംബർ 8 ഉച്ചയ്ക്ക് ലോകത്തിനു വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂർ ആചരിക്കുവാനുമുള്ള ആഗ്രഹവും മാതാവ് വ്യക്തമാക്കി. പിന്നീട് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം 1966 ഫൊണ്ടനേലിയിൽ വെച്ചാണ് മാതാവ് ഗില്ലിക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവയുടെ കൃപയുടെ ഫൗണ്ടൻ എന്ന പേരിൽ ഒരു അത്ഭുത അരുവി മാതാവ് ആശീർവദിച്ചു. മാതാവിൻ്റെ ആവശ്യപ്രകാരം ഗില്ലി മണ്ണിൽ ചുംബിച്ചപ്പോൾ അവിടെ നിന്ന് അത്ഭുതകരമായ ഉറവ പൊട്ടി പുറപ്പെടുകയായിരുന്നു. അവിടെ ഒരു കുരിശ് നാട്ടുവാനും ആ ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനും മുമ്പ് രോഗികളും അല്ലാത്തവരുമായ എല്ലാ മക്കൾക്കും തങ്ങളുടെ പാപത്തിന് ഈശോയുടെ ക്ഷമ ചോദിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ചുംബനം നൽകാനും മാതാവ് ആവശ്യപ്പെട്ടു. ഇതിനുശേഷവും മാതാവിൻ്റെ നിരവധി സ്വകാര്യ പ്രത്യക്ഷപ്പെടലുകളും വെളിപാടുകളും ഗില്ലിക്ക് ലഭിച്ചിരുന്നു. 2019 മരിയൻ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലം രൂപത ഏറ്റെടുത്തു. ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഓർമ്മിച്ചുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യാം. താങ്ക് യു. റോസാ മിസ്റ്റിക്ക മാതാവേ, റോസാ മിസ്റ്റിക്ക മാതാവേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ. Please subscribe our channel, New Living Palette.